വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇത്ര അണിഞ്ഞൊരുങ്ങിട്ട് എങ്ങോട്ടാന്നല്ലേ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സെറമണിക്കാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത്. എവിടെന്ന് വെച്ചാ നമ്മൾ ഈ റീലിലെല്ലാം കാണുന്നില്ലേ, പിള്ളേരെ വെള്ളത്തിൽ മുക്കി മൊത്തത്തെ മുക്കിയെടുക്കുന്ന ഒരു സെറമണി, ബാപ്റ്റിസം സെറമണി. അതിലേക്കാണ് ഞാൻ പോകുന്നത്. ഐ എം സോ എക്സൈറ്റഡ്. കാരണം ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ആ ഒരു സെറമണി നേരിട്ട് കണ്ടിട്ടില്ല. ആൻഡ് ഇതെന്റെ പ്രിയപ്പെട്ട ഒരു ഫാമിലിന്റെ കുട്ടിയുടെ ഒരു സെറമണിയാണ്. ആരെന്ന് വെച്ചാ കുക്കുവേച്ചി. ഞാൻ എൻ്റെ എന്താ പറയാ, ഒരു സിസ്റ്റർ വൈബിലുള്ള വൈബ് എന്നല്ല, സിസ്റ്റർ തന്നെയാണ്. കുക്കുവേച്ചിയുടെ ചേച്ചീൻ്റെ കുട്ടിയുടെ സെറമണിയാണ് ഈ ബാപ്റ്റിസം സെറമണി. ആൻഡ് ദ മേജർ എക്സൈറ്റിംഗ് ഈസ് അവർക്ക് 12 വർഷങ്ങൾക്ക് ശേഷം ഉള്ള ഒരു ഗിഫ്റ്റാണ്. ആൻഡ് അതിലും സ്പെഷ്യൽ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസിനാണ് ഈ ഒരു വാവ നമ്മളെ കയ്യിലേക്ക് വരുന്നത്. ആൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആണ്, എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു സെറമണി ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. അപ്പൊ നമുക്ക് പോയാലോ? Come on. Nice to meet you. Vlogano. Nice to എപ്പം എത്തി? ഞാൻ എല്ലാവരും കാണുന്നുണ്ട്. മാവേ അച്ചാടാ. എടാ അതെ കാണുന്നുണ്ടാവുമല്ലോ. എന്തേ ബാപ്റ്റിസത്തിൽ എന്തെല്ലാം ഉള്ളത്? അതാ പറ, ബാപ്റ്റിസത്തിൽ എന്തെല്ലാം പറ. നീ പറയാ പറ, ഒച്ചത്തിൽ പറ. ആ പറ 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 ചേച്ചി, ബാപ്റ്റിസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറ, നിനക്കറിയുന്ന കാര്യങ്ങൾ പറ. നമ്മള് ഇതില് എന്താന്ന് തലയിൽ മാത്രമേ വയ്ക്കൂലൂ, മറ്റേ റീലിൽ കാണുന്ന പോലെ മുക്കി എടുക്കില്ല. അത് മിസ്സായി പോയി ഗൈസ്. ജസ്റ്റ് തല കഴുകുന്ന മാത്രം അല്ല, തല കഴുകുന്ന മാത്രം, മുക്കിയെടുക്കുന്നില്ല. ഞാനതാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, മുക്കിയെടുക്കുന്ന സെറമണി. ഇതാണ് നമ്മളെ ബേബി. ആള് ഭയങ്കര എന്താ പറയുക, വൈറ്റൊക്കെ ഇട്ട് സുന്ദര കുട്ടനായിട്ട് ഇരിക്കുകയാണ്. ആള് കുറച്ച് എക്സോസ്റ്റഡ് ആട്ടോ, കുറച്ച് ഭയങ്കര ചൂടാണ്. അപ്പം കുറേ ആൾക്കാരും പിന്നെ പാരൻസിൻ്റെ ഡ്രസ്സ് മൊത്തം കുത്തുന്ന ഡ്രസ്സെല്ലാം ഉണ്ട്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളത്. ഇതാണ് ഈദൻ, കുക്കുവേച്ചിയുടെ എൻ്റെ സ്വന്തം ഈദൻ. അവനും കുറച്ച് ഫ്രസ്ട്രേറ്റഡാണ്. കുറേ ആൾക്കാരെ കണ്ടതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പള്ളിയിൽ കയറുന്നതിന് മുൻപേ അച്ഛൻ കുറേ വചനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ജൂലിയും ചെക്ക് ഷർട്ടിട്ട അദ്ദേഹവും തലതൊട്ടപ്പനും തലതൊട്ട അമ്മയെന്നാണ് പറയുന്നത്. ലൈക്ക് അച്ഛനും അമ്മേൻ്റെയും പോലെ തന്നെ അവർക്കും അവകാശമുണ്ട് കുഞ്ഞിൻ്റെ മേലിൽ. പിന്നെ നെറ്റിക്കും പിന്നെ വായിലൊക്കെ കുരിശ് വരച്ചു. അതിനുശേഷം അച്ഛൻ പനിനീരൊക്കെ കുടഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അവരുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാണ് പള്ളീൻ്റെ ഉള്ളിൽ. ഞാൻ ആദ്യമായിട്ട് ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ കയറുന്നത്
ഈ ഒരു പള്ളിയിലാണ്. ഭയങ്കര പോസിറ്റിവിറ്റി ആട്ടോ, ഭയങ്കര ഒരു തണുപ്പും എന്തോ ഒരു പോസിറ്റീവാണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. കണ്ടില്ലേ, ഇത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡാണ്, ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര അതിൽ അഡാപ്റ്റായി, നല്ല ഹാപ്പിയായി. അപ്പോൾ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി ഞാനും ആദ്യം എല്ലാവരും വെയിറ്റിംഗ് ആണ്. ബാക്കിലുള്ളതാണ് കേട്ടോ കുക്വേച്ചിൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ ബാപ്റ്റിസം സെറിമണി സ്റ്റാർട്ട് ചെയ്തു. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന് ശേഷമാണ് ഈ ഒരു വെള്ളം തലയിലേക്ക് ഒഴിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുട്ടികളെ മൊത്തത്തിൽ വെള്ളത്തിൽ മുക്കുന്ന പരിപാടിയല്ല, ജസ്റ്റ് തലയിലൊന്ന് തളിക്കുന്ന മാത്രം, അല്ലെങ്കിൽ ഒഴിക്കുന്ന മാത്രമേ ഉള്ളൂ. അങ്ങനെ പള്ളിയിൽ നിന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ച് അവർ കയ്യിൽ കൊടുത്തു. പിന്നെ കുറേ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടും കുട്ടിയുടെ നെറ്റിക്കൊക്കെ എന്താ പറയുക, കുരിശൊക്കെ വരച്ചു. പിന്നെ വാവേനെ പള്ളീൻ്റെ മുന്നിൽ, അതായത് രൂപക്കോടിൻ്റെ യേശുവിൻ്റെ മുന്നിൽ അവിടെ കിടത്തൊക്കെ ചെയ്തു. അത് ഭയങ്കര രസമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ അമ്പലത്തിലെല്ലാം കിടത്തൂലേ വാവേനെ, ആദ്യമായിട്ട് പോകുന്ന അമ്പലത്തിൽ അതേപോലെ അവരെ അങ്ങനെയൊക്കെ കിടത്തുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നും കുറേ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ പള്ളിയിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് കുക്വേച്ചിൻ്റെ ഫാമിലി, ചേച്ചി, കുക്വേച്ചി, അനിയത്തി, ഹസ്ബൻഡ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കുക്വേച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, ഏട്ടൻ്റെ അമ്മയും അച്ഛനൊക്കെ. പിന്നെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴും ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷേ ലൈറ്റ് കണ്ടപ്പോൾ പെട്ടെന്നൊന്ന് ആക്റ്റീവായ പോലെയായി. അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. ആൻഡ് ബൈ ദ വേ, വാവേൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, ക്രിസ് നഥാൻ ടോണി എന്നാണ് പേര്. ക്രിസ് നഥാൻ ടോണി എന്നുള്ള പേര് വരാനുള്ള കാരണം ക്രിസ്മസിന് കിട്ടിയ ഒരു ഗിഫ്റ്റായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സോ അതുകൊണ്ടാണ് ക്രിസ് എന്നുള്ള പേര് വന്നത്. ആൻഡ് കേക്ക് മുറിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് വൈനൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡടി പരിപാടിയിലൊക്കെ കടന്നു. ഓഫ് കോഴ്സ് ഞങ്ങളെ മലബാർ ഏരിയയിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും ബിരിയാണി അത് മെയിനാണ്. ബിരിയാണി കഴിച്ചുകൊണ്ട് അടിപൊളിയായി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയം വാവേനെ ഒന്നിച്ച് സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും ആൾ ഭയങ്കര ഓക്കെ ആയിട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. ഞാനാണ് കേട്ടോ ഡ്രസ്സ് മാറ്റി കൊടുത്തു. പിന്നെ വേറൊരു സാധാ ഒരു കുത്തലും പരിപാടിയൊന്നും ഇല്ലാത്തൊരു പ്ലെയിൻ നോർമൽ ഒരു ഡ്രസ്സ് ഇട്ടു. അപ്പം കുറച്ച് ആക്റ്റീവായി, ഞങ്ങളെ കണ്ട് ചിരിക്കുകയൊക്കെ ചെയ്ത് കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ ഹാളിലേക്ക് മാറ്റി. അവിടെ കുറച്ചും കൂടി കാറ്റും കാര്യങ്ങളൊക്കെ, പിന്നെ വാവിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ ചടങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായി. ആൻഡ് ഞാൻ ജിനിക്കാണ്, പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ആൾ ഭയങ്കര ഹാപ്പിയാണ്. ആളുടെ ഒരു ഡേ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.